ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത് കെ ശശി, വെരി ഗുഡ് മോർണിംഗ്. ശരത് ഡൽഹിയിൽ പോയതിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്നലെ JNUവിൽ യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിദ്യാർത്ഥി സംഘടനകൾ വലിയ വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ബാപ്സ ഇടതുമുന്നണിയോടുകൂടി അവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനം പിടിച്ചെടുത്തു. ഐസക്കാണ് ചെയർമാൻ സ്ഥാനം. അപ്പോൾ ഇടത് സഖ്യം തൂത്തുവാരിയിരിക്കുന്നുവെന്നാണ്. 42 കൗൺസിലർ സീറ്റുകളിൽ 30 എണ്ണവും BJP വിരുദ്ധ കൂട്ടുകെട്ടാണ് നേടിയിരിക്കുന്നത്, അല്ലേ? അരുൺകുമാർ, 2019 ശേഷം കോവിഡിന് തുടർന്ന് കഴിഞ്ഞ 4 വർഷക്കാലമായി JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതു സഖ്യം വിദ്യാർത്ഥി യൂണിയൻ നിലനിർത്തിയിരിക്കുന്നു. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മികച്ച സീറ്റെണ്ണത്തോടുകൂടി തന്നെയാണ് ഇടതു സഖ്യം വീണ്ടും JNUവിൽ വിദ്യാർത്ഥി യൂണിയൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇടത് വിദ്യാർത്ഥി സഖ്യം കേന്ദ്ര പാനലിൽ 4-ൽ 3 എണ്ണവും ഇടത് വിദ്യാർത്ഥി സഖ്യം തന്നെ സ്വന്തമാക്കിയപ്പോൾ ഒരു സീറ്റ് അത് ബാപ്സ ഇടത് പിന്തുണയോടുകൂടി മത്സരിച്ച ബാപ്സയും സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ 4 സീറ്റുകളിലും ABVP ആയിരുന്നു പ്രധാന എതിരാളി. അവിടെ ABVPയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. JNUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി ഐസ നേതാവ് ധനഞ്ജയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ധനഞ്ജയുടെ ഈ വിജയത്തിന് കുറച്ചുകൂടി തിളക്കമുണ്ട്. കാരണം 1996-97 കാലത്തിന് ശേഷം JNUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി ഒരു ദളിത് വിദ്യാർത്ഥി വരുന്നത് ഇതാദ്യമായാണ്. ആ ഒരു തിളക്കം കൂടി ധനഞ്ജയുടെ വിജയത്തിന് ഉണ്ട്. ബീഹാറിലെ ഗയയിൽ നിന്നുള്ള തിയേറ്റർ സ്റ്റഡീസിൽ PhD ചെയ്യുന്ന വിദ്യാർത്ഥി നേതാവാണ് ധനഞ്ജയ്. SFIയുടെ അഭിജിത്ത് ഘോഷാണ് ഇത്തവണ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അഭിജിത്തിന്റെ ഭൂരിപക്ഷം 926 വോട്ടുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബാപ്സയാണ് ഇത്തവണ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചത്. ബാപ്സയുടെ പ്രിയാൻഷി ആര്യയാണ് 927 വോട്ടുകൾക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചത്. നേരത്തെ ഇടതു സഖ്യം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷം ഇടതു സഖ്യ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇടതു സഖ്യം ബാപ്സയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ആ സീറ്റിൽ ബാപ്സ ഇടത് പിന്തുണയോടുകൂടി വിജയം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്ര പാനലിലെ പോസ്റ്റ് ജോയിന്റ് സെക്രട്ടറി പോസ്റ്റാണ്. അവിടെ ASF നേതാവ് MO സാജിദാണ് വിജയിച്ചിരിക്കുന്നത്. 508 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ABVPയെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ASF പരാജയപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ കേന്ദ്ര പാനലിൽ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇടത് സഖ്യം വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വിജയത്തിന് ശേഷം ധനഞ്ജയ് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ഇത് വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരായ വിജയമാണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ JNUവിന്റെ അക്കാദമിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുമുള്ള തുടർ പ്രവർത്തനങ്ങൾ JNU വിദ്യാർത്ഥി യൂണിയൻ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ ധനഞ്ജയ് വ്യക്തമാക്കിയത്. ഓക്കെ, താങ്ക് യു ശരത്. ശരത്, ഇപ്പം ഡൽഹിയിൽ എത്തിയതിനു ശേഷം എങ്ങനെയുണ്ട് പൊതുവെ ഡൽഹിയിലെ ഒരു രാഷ്ട്രീയ ജീവിതാനുഭവം? ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഡൽഹിയിൽ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും, അല്ലേ? എനിക്കൊന്നു ആദ്യഘട്ടത്തിൽ പത്രപ്രവർത്തനം ശരത് തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണോ? ഞാൻ തുടങ്ങുമ്പോൾ 2 വർഷക്കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. 2018 മുതൽ 2020 വരെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ആ സമയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്ര ഒരു മുറുകിയ പ്രചാരണമൊന്നും ഡൽഹിയിലും അതിന്റെ മറ്റ് സമീപ സംസ്ഥാനങ്ങളിലൊന്നും ആരംഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ഫീലാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് UPയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ BJP സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാകും. ഇപ്പോൾ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഹോളിയുടെയൊക്കെ വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോളിയുടെ ഒരു മൂഡാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന്റെ ഒരു ഹോളിയുടെ കഴിഞ്ഞ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കുറെ കൂടി സജീവമാവുക. 19-ാം തീയതി 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറച്ചുകൂടി സജീവമായ JNUവിലേക്ക് ശരത്തൊന്ന് പോകണം. അവിടെ ഹോളി ആഘോഷമൊക്കെ JNUവിൽ നടക്കും. പ്രത്യേകിച്ച് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചതിനു ശേഷം നടക്കുന്ന ഒരു ഹോളി ആഘോഷമാണ്. അതുകൊണ്ട് JNUവിലെ വിദ്യാർത്ഥികൾ അത് കളറാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കതിന്റെ ദൃശ്യങ്ങളും വാർത്തയും ഒക്കെ പ്രേക്ഷകർക്ക് കൊടുക്കാം. അപ്പോൾ ഹാപ്പി ഹോളി ശരത്തിനും നേരുന്നു. ഉത്തരേന്ത്യയിലെ ഹോളി വലിയ രീതിയിലുള്ള ആഘോഷം നടത്തുന്ന ദിവസമാണ്.